ഈ നടുവേദനയും പല്ലുവേദനയും ഉളുക്കും പിരിപ്പും പല്ലിൻ്റെ പോടും കഷണ്ടി ഇതുപോലെല്ലാം പറഞ്ഞ് തങ്കവും താരവും ഇതേപോലെ കുറേ വട്ടന്മാരെല്ലാം ഇറങ്ങി സുവിശേഷത്തെ ഞങ്ങളാരും വചനം കച്ചവടം ചെയ്യുന്നവരോ അല്ല സൗഖ്യം എന്നാ ഇവിടെ വിളമ്പുന്ന പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരൊന്നുമല്ല. മനുഷ്യൻ്റെ കണ്ണിന് കാണാൻ പാടില്ലാത്ത മുഴയൊക്കെ മാറ്റിയെന്ന് പറഞ്ഞ് ആളും പേരും എടുക്കുന്ന ഇത്തരം മാജിക്കുകാരെ ഞങ്ങൾ എതിർക്കുന്നു. ബ്രദറെ, സൗഖ്യമായിട്ടുണ്ട് കേട്ടോ, വിശ്വസിച്ചോ, ഗ്രാജുവലി അങ്ങ് നടന്നോളൂ. ഇൻസ്റ്റാൾമെൻറ്റ് ആ പരിപാടി യേശു തുടങ്ങിയിട്ടില്ല. യേശു ഇൻസ്റ്റാൾമെൻറ്റ് തുടങ്ങിയിട്ടില്ലെന്ന് പരസ്യമായി അറിയിക്കുന്നു. ആമേൻ. ഈ നടുവേദനയും പല്ലുവേദനയും ഉളുക്കും പിരിപ്പും പല്ലിൻ്റെ പോടും കഷണ്ടി ഇതുപോലെല്ലാം പറഞ്ഞ് തങ്കവും താരവും ഇതേപോലെ കുറേ വട്ടന്മാരെല്ലാം ഇറങ്ങി സുവിശേഷത്തെ വികലമാക്കി കളഞ്ഞു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നറിയാമോ? ഈ പൊതുജനം മനസ്സിലാക്കുന്ന ഇതെല്ലാം പെന്തക്കോസാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഇതെല്ലാം പെന്തക്കോസാണെന്നാണ് ജനം വിചാരിക്കുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള ദൈവദാസന്മാർ സ്റ്റേജിൽ നിന്നുകൊണ്ട് തൻ്റെ അടുത്തോടെ പറയണം, ഇവറ്റകളുമായി ദൈവസഭയ്ക്ക് ഒരു ബന്ധവുമില്ല. ഇത്തരം മാജിക്കുകാരുമായിട്ട് ദൈവസഭയ്ക്കൊരു ബന്ധവുമില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ യേശുവിൻ്റെ പേരും പറഞ്ഞ് ബൈബിൾ കച്ചവടമാക്കുന്ന ആയിരക്കണക്കിന് കൃമികീടങ്ങൾ ഈ പട്ടണത്തിലുണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഞങ്ങൾ പരസ്യമായി പറയുന്നു, ദൈവസഭയ്ക്ക് ഇവറ്റകളുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കണ്ട. പറയണ്ടേ ഭാഷ? അത് സ്തോത്രം. അല്ല, ചില ഭാഷന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ ഇതൊക്കെ പബ്ലിക്ക് ഇവരുടെ ചിന്ത പണ്ട് ആളുകളിൽ പിന്നെ ചായപ്പീടികയിലും പിന്നെ കുടുംബശ്രീയിലുമൊക്കെ ഇരുന്ന് അടക്കം പറഞ്ഞ പോലെ ഇന്ന് വാർത്ത പറയുന്നത്. ഇന്ന് മനുഷ്യനെടുത്ത് കയ്യിലോട്ട് ഞെക്കി കുത്തിയാൽ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നടക്കുന്ന വാർത്തകളെല്ലാം ഇവിടുത്തെ മനുഷ്യർ കണ്ടും കേട്ടും ഇരിക്കുന്ന കാലത്തിലോട്ട് ജനം മാറി. അല്ല, നമ്മളിവിടെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന പോലൊന്നുമല്ല. ജനം ഇതെല്ലാം കണ്ടും കേട്ടുമാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ യാഥാർത്ഥ്യം, സത്യം എവിടെയും തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ ദൈവദാസന്മാർ തയ്യാറായാൽ ദൈവമക്കളെക്കുറിച്ച് ദേശത്തിലും ലോകത്തിലും നാനാ ഭാഗത്തുള്ള തെറ്റിദ്ധാരണകൾ മാറും. ഞങ്ങളാരും വചനം കച്ചവടം ചെയ്യുന്നവരോ അല്ല സൗഖ്യം എന്നാ ഇവിടെ വിളമ്പുന്ന പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നവരൊന്നുമല്ല. ഞങ്ങളിവിടെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് അത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ദൈവവും തമ്മിൽ ഒരു വിശ്വാസത്തിൻ്റെ വർധനവിലേക്ക് വന്നാൽ ഇതിൻ്റെ അകത്തിരിക്കുന്നവരുടെ മേൽ ദൈവിക സൗഖ്യം വെളിപ്പെടും. അത് പ്രസംഗിക്കുന്നവൻ്റെ പ്രാഗൽഭ്യം കൊണ്ടോ പ്രസംഗിക്കുന്നവൻ്റെ ഔദാര്യം കൊണ്ടോ ഞാനിവിടെ പ്രത്യേകിച്ചൊരു ശ്രേഷ്ഠനായതുകൊണ്ടൊന്നുമല്ല. നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലാണ് അത് നടക്കേണ്ടത്. മഹത്വം ദൈവത്തിന്, സ്തോത്രം. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം മാജിക്കുകാരെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ദൈവിക സൗഖ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെങ്ങനെയാ ദൈവിക സൗഖ്യം? ആ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവനോട് പൗലോസ്ലീഹ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അതാണ് ദൈവിക സൗഖ്യം. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവനോട് എഴുന്നേക്കടാന്ന് പറഞ്ഞാൽ ക്ഷണത്തിൽ അവൻ കുതിച്ചെഴുന്നേക്കുന്നതാണ് ബൈബിളിലെ സൗഖ്യം. അതിന് ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്ററെ, 100% വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ എതിർക്കുന്നത് എന്തിനാ? യേശുവിൻ്റെ നാമത്തിൽ മുടന്തനോട് സൗഖ്യമാകാൻ പറഞ്ഞപ്പോൾ മുടന്തൻ കുതിച്ചെഴുന്നേറ്റ് നടന്ന അല്ലേ? അത് ദൈവിക സൗഖ്യം. പക്ഷെ ഇന്ന് നമ്മൾ സ്റ്റേജിൽ കാണുന്നത് അങ്ങനല്ല. ബ്രദറെ, സൗഖ്യമായിട്ടുണ്ട് കേട്ടോ, വിശ്വസിച്ചോ, ഗ്രാജുവലി അങ്ങ് നടന്നോളൂ. ഇൻസ്റ്റാൾമെൻറ്റ് ആ പരിപാടി യേശു തുടങ്ങിയിട്ടില്ല. യേശു ഇൻസ്റ്റാൾമെൻറ്റ് തുടങ്ങിയിട്ടില്ലെന്ന് പരസ്യമായി അറിയിക്കുന്നു. യേശു സൗഖ്യമാക്കിയാൽ അത് സാക്ഷാൽ സൗഖ്യം തന്നെയാണ്. ആ സൗഖ്യം പ്രാപിച്ച ദൈവദാസന്മാരുണ്ട്. വർഷങ്ങളായി ഇന്നും ഒരു പാരസെറ്റമോൾ പോലും കഴിക്കാതെ വിശ്വാസത്താൽ സൗഖ്യം പ്രാർത്ഥിച്ചു വാങ്ങി ഇന്നും കർത്താവിന് വേണ്ടി ജീവിക്കുന്ന അഭിഷിക്തന്മാർ ഈ തിരുവനന്തപുരം പട്ടണത്തിലുണ്ട്. ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയവരുണ്ട്. അവരെയൊക്കെ നിറഞ്ഞ ബഹുമാനത്തോടെ ഓർത്തുകൊണ്ട് പറയുന്നു, ദൈവിക സൗഖ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ മനുഷ്യൻ്റെ കണ്ണിന് കാണാൻ പാടില്ലാത്ത മുഴയൊക്കെ മാറ്റിയെന്ന് പറഞ്ഞ് ആളും പേരും എടുക്കുന്ന ഇത്തരം മാജിക്കുകാരെ ഞങ്ങൾ എതിർക്കുന്നു. ആമേൻ. കണ്ണിന് കാണുന്ന മുഴയൊന്നും ഇവ മാറ്റുകയില്ല. ക്യാമറയ്ക്ക് പോലും കാണാൻ പറ്റാത്ത മുഴയാണ് ഇവ മാറ്റുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മാജിക്കുകാരെ ഞങ്ങൾ എതിർക്കുന്നു. ഇവിടെ വേദപുസ്തകം പറയുന്നു, എഴുന്നേറ്റ് നടക്ക എന്ന് പൗലോസ് പറഞ്ഞ ഉടനെ അവൻ ക്ഷണത്തിൽ കുതിച്ചെഴുന്നേറ്റ് നടന്നു.